10 പ്ലസ് 1/10 പ്ലസ് 1/100 പ്ലസ് 1/1000 ഇത് സാധാരണ സംഖ്യയാണ്. ഇതൊക്കെ ഭിന്നസംഖ്യകളാണ്. ഈ 10 നമുക്ക് അതുപോലെ എഴുതാം. 10 പ്ലസ് 1/10. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 10ൽ ഒരു പൂജ്യം ഉള്ളത്. അപ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട്. ഇവിടെ ദശാംശം ഇല്ല. അപ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ എന്ത് വരും? 0.1 എന്ന് വരും. 0.1 പ്ലസ് അതുപോലെ 1/100. ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 100ൽ 2 പൂജ്യമാണ്. 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഇവിടെ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കാൻ ഇവിടെ ആകെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനം വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 0 ഇട്ടാൽ ഇപ്പോൾ 2 സ്ഥാനമായി. അപ്പോൾ ദശാംശം അതിൻ്റെ അപ്പുറത്തിടുക. അപ്പോൾ എന്ത് വരും? 0.01 പ്ലസ് അതുപോലെ 1/1000. ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 1000ൽ 3 പൂജ്യമാണ്. 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 3 സ്ഥാനം ഇടത്തോട്ട് നീക്കാൻ ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 പൂജ്യം കൂടി ഇട്ടാൽ 3 സ്ഥാനമായി. അപ്പോൾ ഉത്തരം 0.001 എന്ന് കിട്ടി. ഇനി നമുക്കിതെല്ലാം കൂടി കൂട്ടണം. ആദ്യം 10, പിന്നെ 0.1, പിന്നെ 0.01, പിന്നെ 0.001. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുമ്പോൾ ഈ 1 ഇറക്കിയിട്ടു, 1ഉം 0ഉം കൂട്ടി, 1ഉം 0ഉം 0ഉം കൂട്ടി, ദശാംശം ഇട്ടു, 10 എല്ലാം ഈ പൂജ്യങ്ങളെല്ലാം കൂട്ടുമ്പോൾ ഉത്തരം 10.111. 1/4ൻ്റെ 1/4, 1/2ൻ്റെ 1/2ൽ നിന്ന് കുറയ്ക്കുക. 1/4ൻ്റെ 1/4 ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ 1/4ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? 1/4 ഇൻറ്റു 1/4. ഇത് ഗുണിക്കാൻ നമുക്ക് അംശങ്ങൾ ഗുണിക്കുന്നു. ഓരോന്ന് 1, ഛേദങ്ങൾ ഗുണിച്ചു 4 4 16. അപ്പോൾ ഈ 1/4ൻ്റെ 1/4 നമുക്ക് കിട്ടി 1/16. അതുപോലെ 1/2ൻ്റെ 1/2 എന്താ ചെയ്യുക? എൻ്റെ പറഞ്ഞാൽ ഗുണിക്കുക. 1/2 ഇൻറ്റു 1/2 അംശങ്ങൾ ഗുണിക്കുന്നു. ഓരോന്ന് 1, ഛേദങ്ങൾ ഗുണിക്കുന്നു. 2 4. ഇനി എന്താ? 1/4ൻ്റെ 1/4 എന്നത് 1/2ൻ്റെ 1/2ൽ നിന്ന് കുറയ്ക്കണം. അതായത് ആദ്യത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരത്തിൽ നിന്ന് കുറയ്ക്കണം. രണ്ടാമത്തെ ഉത്തരം എത്രയാണ്? 1/4. അതിന്ന് ആദ്യത്തെ ഉത്തരം കുറയ്ക്കണം. 1/16. ഈ 1/4 കുറയ്ക്കണം 1/16. ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. തുല്യമായാലേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 4നെ ഇവിടെ 4ഉം 16മാണ്. ഈ 4നെ എന്തുകൊണ്ടെങ്കിലും ഗുണിച്ചാൽ 16 ആവുമോ? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഭിന്നസംഖ്യ എഴുതുക. എന്താണ്? 1/4 എന്ന് എഴുതിയിട്ട് ഇൻറ്റു 4/4 എന്ന് എഴുതുക. കാരണം 4 കൊണ്ട് ഇവിടെ മാത്രം ഗുണിക്കരുത്. നമ്മൾ ഛേദത്തെ ഗുണിക്കുമ്പോൾ അംശവും ഗുണിക്കണം. പിന്നെ മൈനസ് ഇത് അതുപോലെ ഇടുക. എന്താണ്? 1/16. ഇനി ഇവിടെ ഗുണിക്കുക. 4 4/4 4 16 കുറയ്ക്കണം. ഇത് അതുപോലെ ഇട്ടു 1/16. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ കുറച്ചാൽ മതി. ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് അംശങ്ങൾ കുറയ്ക്കുക. 4 - 1/16 എന്ന് എഴുതാം. 4 - 1/16. 4 നിന്ന് കുറച്ച ഉത്തരം 3/16. റൂട്ട് ഓഫ് 1.69 ഇൻറ്റു 0.9/1.3 ഇൻറ്റു 0.13. അതായത് അംശത്തിലും ഛേദത്തിലും ദശാംശമുണ്ട്. അപ്പോൾ അംശത്തിലാകെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? അംശത്തിൽ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 1 2 സ്ഥാനം, ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം, 2 1. അംശത്തിൽ 3 സ്ഥാനമുണ്ട്. ഛേദത്തിലോ ദശാംശം കഴിഞ്ഞിട്ട് 1 അക്കം, ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കം, ഇവിടെ 1ഉം ഇവിടെ 2 കൂട്ടിയാൽ 3. അപ്പോൾ അംശത്തിലും ഛേദത്തിലും തുല്യ ദശാംശ സ്ഥാനമാണ്. അംശത്തിലും ദശാംശ സ്ഥാനം 3, ഛേദത്തിലും 3. അപ്പോൾ ദശാംശ സ്ഥാനങ്ങൾ അംശത്തിലും ഛേദത്തിലും തുല്യമായി വരുമ്പോൾ നമുക്ക് ഈ ദശാംശങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ സംഖ്യകൾ മാത്രം എഴുതുക. റൂട്ട് ഓഫ് 169 ഇൻറ്റു 9/13 ഇൻറ്റു 13 എന്ന് എഴുതാം. റൂട്ട് ഓഫ് നമുക്ക് അംശം അതുപോലെ എഴുതി. 169 ഇൻറ്റു 9/13 ഇൻറ്റു 13. 13ൻ്റെ സ്ക്വയർ 169 ആണ്. നമുക്ക് ഈ 169 വെട്ടി ചുരുക്കിയ റൂട്ട് ഓഫ് പിന്നെ എന്താ ഉള്ളത്? 9. 9ൻ്റെ റൂട്ട് 9ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 3. 3 ഇൻറ്റു 3 ആണ് 9. ഉത്തരം 3. 2 ഘാതം x സമം 8 ഘാതം y ആയാൽ എക്സിൻ്റെ വില കാണുക, വൈൻ്റെ വില കാണുക. ഓപ്ഷൻസ് ഉണ്ട്. 8 2 6 2 8 4 6 4. നമുക്ക് ആദ്യം തന്നതെടുത്ത് എഴുതാം. എന്താണ്? 2 ഘാതം x സമം 8 ഘാതം y. ഇതൊരു സമവാക്യമാണ്. പക്ഷേ 2 ഭാഗത്തും പാദസംഖ്യകൾ വ്യത്യാസമാണ്. ഇവിടെ 2 ആണ്, ഇവിടെ 8 ആണ്. ഇത് നമുക്ക് പറ്റുമെങ്കിൽ തുല്യപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്കറിയാം 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. അപ്പോൾ ഈ 2 ഘാതം x അതുപോലെ ഇട്ടു സമം 8ന് പകരം നമ്മൾ 2 ഘാതം 3 എന്നിട്ടിട്ട് 8ന് പകരം 2 ഘാതം 3. അപ്പോൾ അതിൻ്റെ കൃതി y എഴുതണം. ഹോൾ ഘാതം y. ഇനി
2 ഘാതം എക്സ് അതുപോലെ 2 സമം ഇവിടെ ഒരു കൃത്യംഗ നിയമമാണ്. എന്താണ്? ഒരു പാദസംഖ്യ അതിന് 2 കൃതി, ഒരു പാദസംഖ്യ അതിനൊരു കൃതി, അതിനൊരു കൃതി. അതായത് എക്സ് ഘാതം എം ഹോൾ ഘാതം എൻ, ഒരു പാദസംഖ്യ 2 കൃതി വരുമ്പോൾ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക, എം ഇൻറ്റു എൻ. അതുപോലെയാണിത് ഒരു എക്സ് എം എൻ, എക്സ് എം ഇൻറ്റു എൻ. അതുപോലെ 2 3 വൈ, അപ്പോൾ 2 എന്ന് എഴുതിയിട്ട് ഇത് 2 കൂടി ഗുണിക്കുക, 3 ഇൻറ്റു വൈ 3 വൈ. ഇപ്പം ഈ സമവാക്യത്തിൻ്റെ പ്രത്യേകത എന്തായി? പാദസംഖ്യകൾ തുല്യമായി. ഇവിടെ തുല്യമായിരുന്നില്ല, ഇവിടെ 8 ആയിരുന്നു, അത് നമ്മൾ തുല്യപ്പെടുത്തി. പാദസംഖ്യകൾ തുല്യമാണെങ്കിൽ കൃതികൾ തുല്യമായിരിക്കും. ഇവിടുത്തെ കൃതി എന്താ? എക്സ് സമം ഇവിടുത്തെ കൃതി എന്താ? 3 വൈ. നമുക്ക് എന്ത് കിട്ടി? എക്സ് സമം 3 വൈ. അതായത് എക്സും വൈയും തമ്മിലൊരു ബന്ധം കിട്ടി. വൈയുടെ 3 മടങ്ങാണ് എക്സ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക, 8 2. ഇങ്ങനെ തരുമ്പോൾ ഇത് എക്സും ഇത് വൈയും ആണ് കേട്ടോ. ആദ്യം എഴുതിയത് എക്സ്, അടുത്തത് വൈ. അപ്പോൾ എന്താണ് പറഞ്ഞത്? വൈൻ്റെ 3 ഇരട്ടിയാണ് എക്സ്. ഇവിടെ വൈ എത്ര? 2. അതിൻ്റെ 3 മടങ്ങ് 6 ആണ്. അപ്പോൾ ശരിയല്ലോ, ഇവിടെ 8 ആണ്. അപ്പോൾ ഇതല്ല ഉത്തരം. അടുത്ത് നോക്കുക, 6 2. എന്താ പറഞ്ഞത്? വൈൻ്റെ 3 മടങ്ങാണ് എക്സ്. ഇവിടെ ഇത് എക്സും ഇത് വൈയും ആണ്. വൈ 2 ആണ്, അതിൻ്റെ 3 മടങ്ങ് കാണൂ, 3 2 6. അപ്പോൾ വൈൻ്റെ 3 മടങ്ങ് എടുക്കുമ്പോൾ എക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉത്തരം. ഉത്തരം എക്സ് സമം 6, വൈ സമം 2.